സാറേ ഒരു പരാതി പറയാൻ വന്നത്. സാറേ അവിടെ ഇരിപ്പുള്ളൂ, സാറിന്റെ അടുത്തില്ല. ഇവിടെ സാറേ ഒരു പരാതി പറയാൻ വന്നത്. സാറേ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഗുണ്ട എന്നും വന്ന് എന്നെ പേടിപ്പിക്കുന്നു സാറേ. എന്നും വന്ന് എന്നെ പേടിപ്പിക്കുന്നു. എടോ പേടിപ്പിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സ്റ്റേഷനിൽ കേസ് എടുക്കാൻ പറ്റൂല. അപ്പൊ തന്റെ പ്രശ്നം പേടിയാണ്. പേടിയാ. ഇവിടെ വരൂ സാർ. നമുക്ക് ഈ പേടി മാറാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? പേടി മാറാനായിട്ട് നമുക്ക് അതെങ്കിലും മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയാതോ? മന്ത്രവാദിക്ക് ഇപ്പൊ ഔട്ട് ഓഫ് പാർട്ടിന് ഓരോരുത്തരെ പൊക്കിക്കൊണ്ടിരിക്കുമല്ലേ. ഒരു കാര്യം ചെയ്യാം. ഈ പേടി മാറാൻ വേണ്ടിയിട്ട് ആനവാലില്ലേ, ഈ ആനന്റെ വാലിന്റെ അറ്റത്തെ മുടി ഇങ്ങനെ വലിച്ചു പറിച്ച് ഒരു മോതിരം കെട്ടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പേടി പറിച്ചില്ല. പേടി വരത്തില്ല. പക്ഷെ അതിന് ആന എവിടുന്ന് സാറേ? നിൽക്കുന്ന ആന അവനല്ലേ അവൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്നിട്ട് കളിക്കുക. ഇനി സമയത്തായി ഇനി 15 മിനിറ്റ് കൂടെ ഉണ്ട്. 15 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് അവനെ നശിപ്പിച്ച് നമ്മൾ കൈ കൊടുക്കാം. കിട്ടി സാറേ, മുടി കിട്ടി. വാല് കിട്ടിയില്ല, തലമുടി വലിച്ചു. തലമുടി വലിച്ചു കിട്ടിയോ? അങ്ങനെ മാറി അല്ല പിന്നെ ഒരു കാര്യം ഒരു 2 ഇടി കൊണ്ട് കൊടുത്തേ സാറേ. ഞാൻ ഇടിക്കണം. 2 ഇടി കേട്ടോ. കൊടുക്ക് ഒരു 2000 രൂപ അവന്റെ കയ്യിലല്ല. അതിങ്ങനെ നേരെ നിനക്കുള്ള ഞാൻ പിന്നെ തരാം കേട്ടോ. പാലിന്റെ പൈസ അടച്ചില്ല. വീട്ടില് ഗ്യാസിന്റെ പൈസ ഗ്യാസ് മേടിക്കാൻ പൈസ കൊടുക്ക. പിള്ളേർക്ക് ഫീസ് കൊടുക്കാറുണ്ട്. കൊടുക്ക സാധനം നിൽക്കുമല്ലോ അവിടെ. അങ്ങനെ ചവിട്ടോ 200 രൂപ കൂടുതലുണ്ട്. മേടിച്ചു പോട്ട്. ഇനി എല്ലാവർക്കും മാറിക്കാൻ സമയത്തായി. 5 മിനിറ്റ് എത്ര ഇടി അവനെ കൂടുതലടിച്ച്? തനിക്കത് പറയാം. നാളെ എന്റെ വീടിന്റെ ലോൺ അടയ്ക്കാനുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഇതുപോലെ പണം കായ്ക്കുന്ന ഒരു മരം നിന്ന് നിൽക്കുമ്പോ നമ്മൾ അതിനകത്ത് നിന്നും കൊയ്ത് പറിച്ചെടുക്കണ്ടേടോ. രക്ഷപ്രഭു.